ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഇക്കോണമി പോളിസീസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ മൊഡ്യൂൾ 5 ആണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും IBC കോഡും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നതാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ്, അപ്ലിക്കേഷൻസ്, അതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മണി ലോണ്ടറിങ് എന്ന ആ പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്തിരിക്കാൻ കൊണ്ടുവന്ന ആക്റ്റാണ് ഈ PMLA ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മണി ലോണ്ടറിങ്ങിൽ നിന്ന് മണി ലോണ്ടറിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ നിന്ന് ലോണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ലോണ്ടറിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള മണി നമ്മൾ ലെജിറ്റിമേറ്റ് മണി അല്ലെങ്കിൽ അതിൻ്റെ ആ ഇല്ലീഗൽ ഒറിജിൻ നശിപ്പിക്കുന്ന ആ പ്രോസസ്സാണ് മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരിക്കുന്ന ആക്റ്റാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. നമ്മളതിനെ PMLA 2002 എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് PMLA ആക്ട് 2002 നോക്കാം. നമ്മൾ പറഞ്ഞു മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലീഗലായിട്ടുള്ള മണി, അതിൻ്റെ ആ ഇല്ലീഗൽ ഒറിജിൻ എന്താണ് നശിപ്പിച്ച് അതിനെ ഒരു ലെജിറ്റിമേറ്റ് മണി അല്ലെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മണി ലോണ്ടറിങ് എന്ന് പറയുക. ഓക്കെ, അത് എന്താണ്? അപ്പോൾ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ എന്താണ്, ആ പ്രോപ്പർട്ടിയൊക്കെ അത് ഇല്ലീഗലായിട്ട് കാണുകയാണ്, അതല്ലെങ്കിൽ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് എങ്കിൽ അതൊക്കെ സീസ് ചെയ്യപ്പെടും. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻ്റർമീഡിയറ്റ്സ് അല്ലെങ്കിൽ ബിസിനസ്സിനൊക്കെ സർട്ടൻ ട്രാൻസാക്ഷനെ കുറിച്ചൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ഓക്കെ, പെനാൽറ്റീസൊക്കെ ഇമ്പോസ് ചെയ്യും, ഫൈൻസും ഇംപ്രിസൺമെൻറ്റൊക്കെ ഉണ്ടാവും. ഈ എന്താണ് ഒഫൻസിൻ്റെ അണ്ടറിൽ വരികയാണെങ്കിൽ ഈ ആക്ട് അനുസരിച്ചിട്ട് പണിഷ്മെൻറ്റൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സെൻട്രലൈസ്ഡ് ഏജൻസി. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സസ്പീഷ്യൻ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസൊക്കെ അനലൈസ് ചെയ്യേണ്ട ഏജൻസിയാണ് അവർ. ഓക്കെ, പിന്നെ ഒബ്ലിഗേഷൻസ് ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് അണ്ടർ PMLA. ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിനകത്ത് വരിക? ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഒക്കെ ആയിരിക്കും അതിൽ വരുന്ന ഇൻ്റർമീഡിയറീസ് എന്ന്. അവർ നമ്മുടെ ഈ ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യണം. ഈ സ്പെസിഫിക് പീരീഡിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്യാഷ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട്, സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട്, അങ്ങനെ CTR, STR ആ റിപ്പോർട്ടുകളൊക്കെ ഫയൽ ചെയ്യണം അതാത് സമയത്ത്. ആൻറ്റി മണി ലോണ്ടറിങ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടാണ് ഇൻ്റർണൽ പോളിസി പോകുന്നതെന്ന് എൻഷുർ ചെയ്തിട്ടുണ്ടാവണം. ദെൻ ക്യാഷ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 lakhന് മേലെ വരുന്ന സിംഗിൾ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ സീരീസ് ഓഫ് കണക്റ്റഡ് ട്രാൻസാക്ഷനോ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ റിപ്പോർട്ടാണ് ക്യാഷ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ അപ്പിയർ ചെയ്യുകയാണ്, അൺയൂഷ്വൽ പാറ്റേണോ അല്ലെങ്കിൽ ലാർജ് സമ്മിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ടാണ് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട്. ദെൻ എന്താണ് ക്ലയൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ? ക്ലയൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ നമുക്കറിയാം. നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഡ്രസ് പ്രൂഫ്, ഐഡൻറ്റിറ്റി പ്രൂഫൊക്കെ കളക്ട് ചെയ്ത് വാലിഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. എന്തെങ്കിലും അത്തരത്തിലുള്ള റിസ്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, ഈ ക്ലയൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയറിൽ വരുന്നത്. ദെൻ മെയിൻ്റനൻസ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് റെക്കോർഡ്സ്. ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 5 years എങ്കിലും അത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് 5 years എങ്കിലും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ്, ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി, സസ്പീഷ്യസ് ആക്ടിവിറ്റി റിപ്പോർട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് റെക്കോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി റിപ്പോർട്ടിംഗ് ടു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ CTR എന്താണ്? ക്യാഷ് ട്രാൻസാക്ഷൻ റിപ്പോർട്ടും സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ റിപ്പോർട്ടും ഈ FIU ഇന്ത്യ, അതായത് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. അവരാണ് ഈ റിപ്പോർട്ടിൽ അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കുക, സസ്പീഷ്യസ് ആണോ എന്നൊക്കെ അവർ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യും. ഓക്കെ, ദെൻ വാട്ട് ഈസ് IBC കോഡാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. 2016 ഇത് വന്നത്, കോഡ് എസ്റ്റാബ്ലിഷ് ആയത്. ഇൻസോൾവൻസിയും ബാങ്ക്രപ്സി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇതിനണ്ടറിൽ വന്നിരിക്കുന്ന കോഡാണത്. ഫിനാൻഷ്യൽ ഡിസ്ട്രസ്സിനൊക്കെ ടൈമിലി ആയിട്ടുള്ള റെസൊല്യൂഷൻസ് എൻഷുർ ചെയ്യുകയാണ് ഈ കോഡ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പീഡി റെസൊല്യൂഷനാണ്, ടൈം ബൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. ദെൻ അസറ്റിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ഇൻസോൾവൻസി അല്ലെങ്കിൽ ഒരാളെ ഇൻസോൾവൻ്റ് ആണെന്ന് പറഞ്ഞാൽ അയാളുടെ അസറ്റുകളൊക്കെ കണ്ട് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് നഷ്ടപ്പെട്ടുള്ളൂ. ആ അസറ്റിൻ്റെ വാല്യൂ ആർക്കും പ്രയോജനം ഇല്ലാതെ അതങ്ങ് പോവുള്ളൂ. അപ്പോൾ ഈ ആക്ടിൻ്റെ വിധി പെട്ടെന്ന് വരുമ്പോൾ അപ്പോൾ സ്പീഡി റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ അത്രയും പോവാതെ തന്നെ നമുക്കത് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, ഓൺടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യും, ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, ആപ്ലിക്കബിലിറ്റി ഓഫ് ദ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടുള്ള കമ്പനീസിന്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്, പാർട്ണർഷിപ്പ് ഫേംസിന്, ഇൻഡിവിജ്വൽസിന്, അങ്ങനെ അവർക്കൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണ്. പിന്നെ IBC കോഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ലോ ആണ്.
ടൈം ബൗണ്ടായിട്ട് ചെയ്യും പ്രോസസ്സാണ്. ടൈം ബൗണ്ടായിട്ട് പ്രോസസ്സാണ്. സ്പീഡ് റെസൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷസ് എ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ഫോർ കോർപ്പറേറ്റ് ഇൻസോൾവൻസിക്ക് ഒരു ഡീറ്റെയിൽഡ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആക്ട് ആസ് ദ അഡ്ജുക്കേറ്റിംഗ് അതോറിറ്റി ഫോർ കോർപ്പറേറ്റ് ഇൻസോൾവൻസി. മൊറട്ടോറിയം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ടുള്ള provides a temporary suspension of all legal actions against the debtor during the resolution process. നമ്മൾ ഓർക്ക് ഈ പറയുന്നതിൽ നമ്മൾ സിലബസ് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം, സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോണം കേട്ടോ. ഞാനത് പിന്നെയും പറയുന്നു. ഓക്കെ. ദെൻ വാട്ട് ഈസ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി? ഇൻസോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയാളുടെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ക്രെഡിറ്റേഴ്സിനൊന്നും പേ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വരുന്ന ആ സിറ്റുവേഷൻസാണ്. ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെ കേസിൽ വരുന്ന സിറ്റുവേഷൻസിനെയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയുകയാണ്. ഓക്കെ. അത് ചിലപ്പോൾ ടെമ്പററി ആവാം, റീസ്ട്രക്ചറിങ്ങിൽ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബാങ്ക്രപ്സി എന്താണ്? അവിടെ കോർട്ട് ഓർഡർ ഉണ്ട്. കോർട്ട് ഒരാളെ ഇൻസോൾവൻ്റ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. അവർക്ക് ഡെപ്റ്റ്സ് റീപേ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഓക്കെ. പിന്നെ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ IBC കോഡ് പറയുന്നുണ്ട്. NCLT ഫോർ കമ്പനീസ് ആൻഡ് LLCs, പിന്നെ എന്താണ്, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ, റെസൊല്യൂഷൻ പ്രൊഫഷണൽസ്, ലൈസൻസ്ഡ് പ്രൊഫഷണൽസ് ഓവർസീസ് ദ ഇൻസോൾവൻസി പ്രോസസ്, entities store financial information for faster resolution, appeals can be made to the National Company Law Appellate Tribunal. Okay. Then corporate insolvency resolution process നമ്മൾ ഓൾറെഡി കുറച്ച് ഡിസ്കസ് ചെയ്തല്ലേ. എന്താണ് കോർപ്പറേറ്റ് ഇൻസോൾവൻസി റിസോൾവ് ചെയ്യാനായിട്ട് IBCയുടെ അണ്ടറിലുള്ള ഒരു സ്റ്റേജ് സ്ട്രക്ചേർഡ് പ്രോസസ്സിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇനിഷ്യേഷൻ, ഒരു ആപ്ലിക്കേഷൻ NCLT-യിലായിട്ട് ഫയൽ ചെയ്യും. ദെൻ അഡ്മിഷൻ, ഒരു മൊറട്ടോറിയം പീരീഡ് ഡിക്ലെയർ ചെയ്തും അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റെസൊല്യൂഷൻ പ്രൊഫഷണൽ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം ക്ലെയിം വെരിഫിക്കേഷനാണ്. ദെൻ റെസൊല്യൂഷൻ പ്ലാൻ അപ്രൂവൽ, അതിനുശേഷം പ്ലാൻസ് ഒന്നും അപ്രൂവ് ആയില്ല എങ്കിൽ ദെൻ ലിക്വിഡേഷൻ. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 5 ഓഫ് ഇന്ത്യൻ ഇക്കോണമി പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ സിലബസിൻ്റെ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചില കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ CTR STR ഒക്കെ നമ്മൾ ജസ്റ്റ് 1 വേർഡിലോ അല്ലെങ്കിൽ 1 സെൻറ്റൻസിലാണ് പറഞ്ഞത്. പക്ഷേ ഒരു 2-8 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് ഇരിക്കണം. ഓക്കെ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ എല്ലാത്തിനെയും കുറിച്ചും തരുകയാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൂടെ ചെയ്യുക. ഞാൻ ഓരോന്നിനെയും ഡീറ്റെയിൽഡ് ആയിട്ടല്ല പറയുന്നത്. ഓക്കെ. അപ്പം ഇത് പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാസ് മാർക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പഠിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് നമുക്ക് അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എഴുതാൻ കഴിവുള്ളവരാണ്, ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വിശദീകരിച്ച് എഴുതാൻ കഴിവുള്ളവരാണ് എങ്കിൽ ഇത് പഠിച്ചാൽ ധാരാളമാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.